ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നെയ്ച്ചോറൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറ്. നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. ഇത് ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച നമ്മളെ ഉമ്മയും അനിയത്തിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ വിരുന്നാരല്ല വീട്ടുകാർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം ആയിക്കണം. ഇപ്പോൾ പെരുന്നാൾക്ക് വന്നു പോയിട്ട് പിന്നെ അമ്മ വിരുന്നായിട്ട് വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പം നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ. അപ്പോൾ ഇതാ ആദ്യം രാവിലെ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കറി കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കടലക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഞാൻ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. കടലക്കറിയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കണതല്ലേ, അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ദോശ ആക്കിയിട്ടാട്ടോ ഞാൻ ചുട്ടെടുക്കുക. നല്ല പഞ്ഞി പോലുള്ള ദോശയാണ്. പിന്നെ എന്താ പറയുക, ഇതിലേക്ക് ഉഴുന്നും പച്ചരിയും ഉഴുന്ന് കുറച്ചേ ചേർക്കുള്ളൂ കേട്ടോ. ചോറാണ് അധികം ചേർക്കുക ഈ ഒരു ദോശയ്ക്ക്. അപ്പോൾ അങ്ങനെ മാവ് തലേ ദിവസം നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് ഞാൻ രാവിലെയാണ് ഇട്ട് ഇടല്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മാവും തന്നെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ദോശ ചുടുമ്പോൾ അങ്ങനെ പരത്തി വലിയ ദോശ ആക്കിയിട്ടല്ലേ ചുടുക. ഇതങ്ങനെയല്ല കേട്ടോ. ഇതിങ്ങനെ കുട്ടി ദോശ ആക്കിയിട്ടാണ് ചുട്ടെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ ഈ ഒരു ദോശ. നല്ല പഞ്ഞി പോലുള്ള ദോശക്കാരം. അപ്പോൾ ചട്ടിയിൽ എണ്ണ തടവി കൊടുത്ത്, നെയ്യോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് അങ്ങോട്ട് പരത്തി കൊടുക്കും കേട്ടോ. നമ്മൾ ഓട്ടടൻ്റെയൊക്കെ അത്ര വലുപ്പത്തിലാട്ടോ ഇത് ചുട്ടെടുക്കുക. വല്ലാതെ അങ്ങോട്ട് പരത്തി വലിയതാക്കൂല. ഈ ഒരു രീതിയിൽ കേട്ടോ. ഇത് കാണുമ്പോഴും നല്ല രസമാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. അത് ചട്ടിയിൽ നിന്ന് എടുത്താണ്ട് നമ്മൾ ഇടുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അത്രയും സോഫ്റ്റ് ആട്ടോ. നല്ല കുഴഞ്ഞ ദോശയാണ്. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അതിങ്ങനെ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ എണ്ണയൊന്നും തടവി കൊടുത്തിട്ടൊന്നുമില്ല. അതാ കണ്ടോ, നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. അങ്ങനെ ദോശ ഞാൻ ഓരോന്ന് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. വലിയ ദോശ അല്ലെങ്കിലും ഇതിന് പിന്നെ ദോശ അല്ലാതെ പിന്നെ എന്താ പേര് അറിയില്ലേ, അപ്പം അല്ലേനു കേട്ടോ. ഈ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം, അപ്പം. അപ്പം എന്താപ്പായാലും പാടില്ല. അപ്പം ദോശ, അതേപോലെ നമ്മളെ നീർദോശ അല്ലേ, അങ്ങനത്തെ ഒക്കെ ആട്ടോ ഇഷ്ടം. ഓട്ടട പിന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും ഇതേപോലെയുള്ള അപ്പൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ അനിയത്തിക്കുട്ടിക്ക് നേരത്തെ പോകണം കേട്ടോ. ഓൾക്ക് 7:30 ഓളെ വണ്ടി വരും. അപ്പോൾ ഓൾക്ക് ഞാൻ ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓള് അപ്പം ചായയൊക്കെ കഴിക്കുന്നുണ്ട്. ഓളെ കണ്ടിട്ട് നിങ്ങൾ കുറേ അയക്കൂലേ. പിന്നെ പെരുന്നാളിനും ഞാൻ ശരിക്കും അങ്ങനെ വീഡിയോയിൽ എല്ലാവരും ഒന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ ഓള് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ഓൾക്ക് കൊണ്ടുപോകാനും അതേപോലെ അപ്പം പാത്രത്തിലാക്കി കൊടുക്കണം. അപ്പോൾ കറിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ കറിക്ക് ഒഴിച്ചു കൊടുത്ത് കറിയൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തൂമിച്ചിട്ടില്ലേനും കറി, അപ്പോൾ വേഗം കറി തൂമിച്ചെടുത്തിട്ടുണ്ട്. കടലക്കറിയും ഈ ദോശയും നല്ല കോമ്പിനേഷൻ ആട്ടോ. ഇനിയിപ്പോൾ കടലക്കറി ഒന്നും ഇല്ലെങ്കിലും പിന്നെ ചട്നി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ദോശയ്ക്ക്. വെള്ള ചട്നി ആണെങ്കിലും ചൊമ്പ് ചട്നിയാണ്, ഏത് ചട്നി എൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ കറി തൂമിച്ചാണ്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ തുറന്നിട്ടാണ് കേട്ടോ ഇളക്കി മിക്സ് ചെയ്യൽ. ചില സമയത്ത് ഞാൻ പറയും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ തൂമിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി എന്നൊക്കെ. അപ്പോൾ ആ കറിക്ക് നല്ലോണം ആ ഉള്ളിൻ്റെയും അതേപോലെ കറിവേപ്പിലിൻ്റെയും പിന്നെ വറ്റൽമുളകിൻ്റെയും ഒക്കെ ആ ഫ്ലേവർ നല്ലോണം കറിക്ക് ഇറങ്ങുള്ളൂ. ചിലപ്പോൾ ഞാൻ തന്നെ കറി തൂമിച്ചാണ്ട് അപ്പം തന്നെ ഞാൻ ഇളക്കി കൊടുക്കും ചെയ്യും കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണലുണ്ടാവും. അപ്പോൾ നമ്മളെ കറി റെഡിയായി. പിന്നെ ദോശ അങ്ങനെ ചുട്ട് കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. മുഴുവന് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ദോശ ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ റിച്ചുമോനും അതേപോലെ പോകാനായിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ ഓനക്ക് നേരത്തെ പോകണം. അപ്പോൾ ഓനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ അനിയത്തിക്കുട്ടിക്കുള്ളതും പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. ഓൾക്ക് ചോറൊക്കെ സ്കൂളിലുണ്ടാവും കേട്ടോ. പിന്നെ ഒരു 10 മണിയൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും ചായ കുടിക്കും. രാവിലെ നേരത്തെ പോകണമല്ലോ വീട്ടിൽ നിന്ന്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം കൊടുക്കുന്നത്. പിന്നെ ഓൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. അതേപോലെ ചായയും കുപ്പിയിലാക്കിയിട്ട് കൊടുക്കും. സ്റ്റീലിൻ്റെ കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ ചായയും കൊടുക്കും കേട്ടോ. അപ്പോൾ ഓൾക്കുള്ളതും ആക്കി കൊടുത്തു. അങ്ങനെ ബാക്കിയുള്ള അപ്പമൊക്കെ അങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് എനിക്കായിട്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു അപ്പം തന്നെയാണ് കേട്ടോ ഇന്ന് ഞാനും കഴിക്കുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആട്ടോ അപ്പം.
പിന്നെ എന്നും രാവിലെ വന്നാൽ ആദ്യം ചോറ് അടുപ്പത്തിടലാണ്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറാണ് ഉച്ചക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ റിച്ചുവിനോട് എനിക്ക് ചോറ് ഉണ്ടാക്കണോ ചോദിച്ചിട്ടുണ്ടാക്കണമെങ്കിൽ പിന്നെ ഞാൻ കുക്കറിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓനക്ക് ദോശയാണെങ്കിൽ ദോശ മതി പറഞ്ഞിട്ടോ. അപ്പോൾ ഓനക്കുള്ളതും ഇതേപോലെ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. 2-3 ദോശയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറി വേറെ പാത്രത്തിലാക്കി തരാമെന്ന് പറഞ്ഞാൽ കേൾക്കൂല, അതിക്കന്നെ ഒഴിക്കാൻ പറയും ഓന്. അപ്പം നല്ലോണം ഇങ്ങനെ കറിക്കായി കുതിർന്ന് നിൽക്കുമ്പോഴേ തിന്നാൻ നല്ല രസമാണ്. ആ കറി ഒഴിച്ച് കഴിക്കണ കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കേട്ടോ കൊടുക്കൽ. അങ്ങനെ ഓനെയും പറഞ്ഞയച്ചു. അങ്ങനെ ഐഫക്കുട്ടിനെയും പറഞ്ഞയച്ചിട്ടോ ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഓൾക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ. പിന്നെ അതാ ഞാൻ ബാബു ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പം ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം, നെയ്ച്ചോറും ഉണ്ടാക്കണം. അപ്പോൾ പാത്രം കഴുകലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ ആദ്യം കഴുകി വെച്ചു. കഴുകി വെച്ചതിന് ശേഷം കിച്ചണൊന്ന് തുടക്കാണ്ടേനും. അങ്ങനെ അതൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ്ട് കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ചാണ്ട് അങ്ങനെ മസാല തേച്ച് വെച്ചു. പിന്നെ നെയ്ച്ചോറിനുള്ള അരി കഴുകി വെള്ളത്തിലിട്ട് വെക്കല്ല, കഴുകിയാണ്ട് ഇങ്ങനെ ഓട്ടപാത്രത്തിൽ ഊറ്റി വെക്കൂലേ, അങ്ങനെ ഊറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കിലോ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. 6 കപ്പ് അരി കൊണ്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയൊക്കെ അളന്നൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ ഉരുളിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം മേലത്തെ അടുപ്പ് കത്തിക്കാൻ മടിച്ചാണ്ട് ഈ അടുപ്പ് തന്നെ കേട്ടോ കത്തിച്ചിരിക്കണത്. പിന്നെ ഇതിലാവുമ്പോൾ അങ്ങനെ എന്താ പറയുക എളുപ്പമായിക്കോളും. ഉരുളിയിലാവുമ്പോഴേ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്താൽ എളുപ്പമാവും. പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ ചീനച്ചട്ടിയിൽ പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ കറി ഉണ്ടാക്കുമ്പോൾ കറി അതിൽ ഇളക്കി കൊടുക്കാനൊക്കെ ഗതിയുടെ കുറച്ച് തോനെ കറി വേണ്ടേ. അപ്പോൾ ഞാൻ ഈ ഒരു ഉരുളി തന്നെ വെച്ചിട്ടോ. അപ്പം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അരി കഴുകിയാണ്ട് ഊറ്റിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ. എനിക്കിതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വേണം അന്നിടാനുള്ള വീഡിയോ ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെറിയ ചീനച്ചട്ടിയിലാവുമ്പോൾ 2-3 വട്ടമൊക്കെ പൊരിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇതേപോലെ കുറേശ്ശെ ഓയിലല്ലേ ഒഴിച്ചു കൊടുക്കുള്ളൂ. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ വേസ്റ്റ് ആവും. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേശ്ശെ ചെയ്യണത്. പിന്നെ ഞങ്ങളോട് പറഞ്ഞില്ലേ ഇങ്ങനെ ബാക്കി വരുന്ന ഓയിൽ ഞാൻ പിന്നെ യൂസ് ചെയ്യലില്ല. അതുകൊണ്ട് ഞാൻ അലക്ക് സോപ്പ് ഉണ്ടാക്കണേ ഞാൻ കാണിക്കണ്ടെന്നൊക്കെ പറയലുണ്ടല്ലേ. പക്ഷേ വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അലക്ക് സോപ്പൊക്കെ ഉണ്ടാക്കാൻ ആയിട്ടുണ്ട് ഓയിൽ. കുറച്ചൊക്കെ വേണേനും. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിലും ഞാൻ അതിന് മാറ്റിയിട്ടോ. അതൊക്കെ കൂടെ ഇട്ടുകൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കിയില്ലേ, ആ ഓയിലൊക്കെ നമ്മളെ വയറ്റിലേക്കാരും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ അതിന് മാറ്റി ബാക്കിയുള്ള ഓയിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ സവാള ഒരു 2-3 സവാള കട്ട് ചെയ്ത് വെച്ചിനി. അതിന് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം അതിക്കിടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത് ഉരുളിയിൽ ഉണ്ടാക്കിയാൽ പെട്ടെന്നാവും, എളുപ്പമുണ്ട് കേട്ടോ സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ. പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി അതേപോലെ നെയ്ച്ചോറിന് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ, നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ. പിന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. ചിക്കൻ കറിൻ്റെയും ചിക്കൻ കടായിൻ്റെയും ഒക്കെ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഇത് വേറെ രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ടൊമാറ്റോ സോസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തു. മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതേപോലെ ഗരം മസാലയും ചിക്കൻ മസാലയും പെരിഞ്ജീരകം പൊടിച്ചതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കണുള്ളൂ. കുറേ അങ്ങനെ നീട്ടിയ കറിയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ച് അങ്ങനെ കുറുകിയ കറിയായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെന്തിട്ട് കാണാം. അങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റാണ് ഞാൻ ഈ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണത്. ഒരു 1.5 സ്പൂണൊക്കെ ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോഴേ ആ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവും കേട്ടോ. പുളിയില്ല, എരിവും അതേപോലെ തന്നെ ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ടൊമാറ്റോ സോസ് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം കേട്ടോ. അപ്പം ഇനി ഇത് ചൂടാറുമ്പം ഒന്നും കൂടെ കുറുകും കറി. അങ്ങനെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് ഇനി നമുക്ക് നമ്മളെ സ്പെഷ്യൽ നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിക്കൻ കറി കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആട്ടോ. കാണുന്ന പോലെ തന്നെ ടേസ്റ്റും ഉണ്ട് ഉണ്ടതിന് കഴിക്കാൻ.
അപ്പം ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് RKGൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ചെമ്പക്ക്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും, അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു സവാള ഉണ്ടാവും കേട്ടോ. അത് സവാള നല്ല കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഇട്ടിട്ട് സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കൽ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ ഇത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടൊരു സംഭവം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്നത് തന്നെയാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒരു പറഞ്ഞു തന്നതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്ന രീതി തന്നെയാണ്. അപ്പോൾ എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ചിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ സവാള അങ്ങനെ മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ മുന്തിരി ചേർത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ അടുത്തില്ലേ, അപ്പോൾ മുന്തിരി മാത്രമേ ഉള്ളൂ കേട്ടോ. മുന്തിരി മാത്രം ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ കരിയരുത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടോ, ചെമ്പ് എന്നിട്ടാണ് കോരി മാറ്റിയത്. അത് കോരി മാറ്റിയെടുത്തതിന് ശേഷം ആ ഒരു നെയ്യിലേക്ക് തന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ തക്കോലല്ലേ അത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് അങ്ങനെ ആ സ്റ്റാർ പോലെയുള്ള സംഭവമല്ലേ, അതാണ് തക്കോലെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഒരു 2-3 പീസാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിനിയത്. അത് നല്ല സ്മെല്ലാട്ടോ നെയ്ച്ചോറ് കിട്ടാൽ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് ക്യാരറ്റ് ചേർക്കണതിൻ്റെ മുന്നേ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അതുപോലെ 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇതുപോലെ ഞാൻ വെള്ളം ചോരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ചോർത്തിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ. വറുത്തെടുക്കുക പറഞ്ഞാൽ കുറേ നേരം ഇതിലിട്ട് കണ്ട് അങ്ങനെ വറുത്തെടുക്കൊന്നും വേണ്ട. കുറച്ച് നേരം പറഞ്ഞാൽ 1 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഇതിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നെയ്ച്ചോറ് ഇങ്ങനെ തമ്മിൽ കൂട്ടി മുട്ടൂല, ഓരോ വറ്റും ഇങ്ങനെ വിട്ട് കിട്ടും, വേറിട്ട് കിട്ടും. അപ്പം കട്ട കെട്ടില്ല, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അതേപോലെ വിളമ്പുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ ഒന്നും തൊടാതെ അങ്ങനെ നിൽക്കൂലേ, അങ്ങനെ ആവട്ടോ. പിന്നെ ഞാൻ തിളച്ച വെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഗ്യാസുമ്മ വെള്ളം തിളപ്പിക്കാൻ വെച്ചിനി. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കൈമ റൈസാണ്. അപ്പോൾ ചില ആൾക്കാർ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുക. പക്ഷേ എനിക്ക് അങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ ചോറ് വേവലില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എടുക്കൽ. എൻ്റെ നെയ്ച്ചോറ് നല്ല രീതിയിൽ കിട്ടലും ഉണ്ട്. അപ്പം ആയിക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തത് കുറച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് ചേർത്താൽ മതി. ഒരു 3-4 ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് ചേർക്കേണ്ട, അത്രയൊക്കെ മതി. പിന്നെ അതേപോലെ അതില്ലെങ്കിൽ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി. എന്നോട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്നതാണ് കേട്ടോ എനിക്ക് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഞാനിതുപോലെ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന്. നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ നെയ്ച്ചോറിന്. അപ്പം നിങ്ങൾക്കും പറഞ്ഞുതരാണ്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. അങ്ങനെ നീ അടച്ചു വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പം അതോടെ കടന്നിട്ട് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഒന്നിങ്ങോട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഉരുളിയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഉരുളി കഴുകിയും വെക്കാം. അത് വലിയൊരു ഉരുളിയല്ലേ, ഇത് കിച്ചണിൽ കൊണ്ട് വെക്കുമ്പോൾ ഒരു ഗതികേടാണ്. പിന്നെ നമുക്ക് അരിയുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. വിട്ടുപോയി കഴിഞ്ഞാൽ എളുപ്പം വെള്ളം വറ്റും അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതപ്പം ഞാൻ തുറന്നു നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം ഇങ്ങനെ വറ്റിയും കൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീര് ചേർക്കാൻ വിട്ടിട്ടുണ്ട്. അതിന് ചെറുനാരങ്ങ നീര് ചേർത്താലും അതേപോലെ ചോറ് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകില്ല. അപ്പോൾ അതും ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിന് കേട്ടോ. പിന്നെ വീണ്ടും അടച്ചു വെച്ചു. പിന്നെ അതേപോലെ അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് അപ്പം തന്നെ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ താന്നു വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ താന്ന് കുറച്ച് വെള്ളമുള്ളൂ ഇതിൽ. അപ്പോൾ ഇനി നമുക്ക് തീ കത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അടിയിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് കനലിൽ കുറച്ച് മേലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി താഴെ തീ കത്തും വേണ്ട. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദമ്മിൽ നിന്നോളൂ കേട്ടോ. ദമ്മ് കയറുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ കനൽ ഒരു വാഴൻ്റെ ഇല വെച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് കേട്ടോ കനലിട്ട് കൊടുക്കുന്നത്.
അത് സ്റ്റീലിൻ്റെ അടപ്പായതുകൊണ്ട് നമ്മൾ കരി പിടിച്ച് കഴിഞ്ഞാൽ പോയി കിട്ടൂല കഴുകുമ്പോൾ. നമ്മൾ കമ്പിച്ചണ്ടി ഇട്ടാണ്ട് നല്ലോണം ഒരുക്കൊക്കെ ചെയ്യും, പക്ഷേ അത് ഗതികേടാണ്. അപ്പോൾ ഞാൻ വാഴൻ്റെ വെച്ചാണ്ട് വാഴൻ്റെലേക്കാണ് കേട്ടോ ഈ കനൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അടിയിലും കുറച്ച് കനലുണ്ട്. അപ്പോൾ കുറേ സമയമൊന്നും വെക്കരുത് കേട്ടോ, കുറച്ച് സമയം വെച്ചാൽ മതി, ചോറ് വേവേറും. അപ്പോൾ കനലിൻ്റെ ചൂടുകൊണ്ട് നമ്മളെ ഇലയൊക്കെ കീറിയിരുന്നു കേട്ടോ. പിന്നെ ഞാനത് എടുത്ത് മാറ്റി, ഇതാ കണ്ടോ, അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയാക്കിയിട്ട് വന്നിക്കണം കേട്ടോ. അതേപോലെ നല്ല സ്മെല്ലുമാണ് ഈ ഒരു സമയത്ത് നമ്മളിത് തുറന്ന് നോക്കിയപ്പോൾ. നെയ്ച്ചോറ് കണ്ടോ, നല്ല എന്താ പറയുക, അങ്ങനെ കട്ട കെട്ടാതെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വറ്റൊന്നും തൊടാതെ അങ്ങനെ കൂട്ടിമുട്ടാതെ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക, അടിയിലുള്ള ചോറ് മേലെ വരുന്ന രീതിയിൽ അങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പം ഉള്ളിയും അണ്ടിപ്പരിപ്പില്ല, മുന്തിരിയും സവാളയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് അടിപൊളി നെയ്ച്ചോറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. പൈനാപ്പിളിൻ്റെ എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ബോട്ടിലിന് എത്ര 36 രൂപ അങ്ങനെ എത്ര ഉള്ളൂ. ഞാനിപ്പോൾ വാങ്ങിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഒന്നും ഒഴിക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ കാറ്ററിങ്ങിനൊക്കെ ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുക. അതേപോലെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ ഈ പൈനാപ്പിൾ ചേർത്താൽ നല്ല ടേസ്റ്റാണെന്ന് പറയണേക്കെ. ഞാൻ അധികം അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിൽ ചേർത്തപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പം ഇനി ഞാനും ഇതേപോലെ തന്നെ ആയിട്ട് ഉണ്ടാക്കുക. അങ്ങനെ പിന്നെ ബാബുവൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിക്കാനായും ചെയ്തിട്ടുണ്ട് കേട്ടോ സമയം. നല്ല ചൂടുള്ള നെയ്ച്ചോറിനെ നമുക്ക് പ്ലേറ്റിക്ക് വിളമ്പാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാ ചമ്മന്തിയും അതേപോലെ തൈര് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാനതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാനത് വിളമ്പി കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിനി, പക്ഷേ ടൈം കിട്ടിയില്ല കേട്ടോ എനിക്ക്. ചോറ് തിന്നാനായും ചെയ്ത സമയം. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിതാ നെയ്ച്ചോറ് വിളമ്പി കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതാ ചിക്കൻ കറിയൊക്കെ ഞാൻ വേറെ പാത്രത്തേക്കൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ചിനി കേട്ടോ. അങ്ങനെ ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തു. പിന്നെ പപ്പടവും പൊരിക്കുന്നുണ്ട്. ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് അതിന്. അപ്പോൾ ചില നേരത്തെ അങ്ങനെ ഒക്കെ കൂടെയാണ് വീഡിയോ എടുക്കാനും കഴിയൂല. പിന്നെ ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നതും പണികൾ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ എന്തായാലും നെയ്ച്ചോറും ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.